ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഓഗസ്റ്റ് 20, ഒന്നാമത്തെ വായനാഭാഗം 1 രാജാക്കന്മാർ 15-ാം അധ്യായം. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അബിയാം രാജാവായി. അബിയാം രാജാവായത് യഹൂദയിലാണ് രാജാവായത്. 3 വർഷം യെരൂശലേമിൽ വാണു എന്നാണ് നമ്മൾ വായിക്കുന്നത്. 3 വർഷം. അപ്പം ഈ 3 വർഷം വാഴുള്ളെങ്കിലും ഇയാളുടെ ഹൃദയം ദൈവത്തിൽ ഏകാഗ്രമായിരുന്നില്ല. രഹബയാമിനെ പോലെ ഒക്കെ തന്നെയായിരുന്നു. പക്ഷെ ദൈവം ദാവീദിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ഗോത്രം നിനക്കിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇതിങ്ങനെ തുടർന്നു പോവുകയാണ്. അബിയാം ദൈവത്തിന് അഹിതമായതും അന്യാരാധനകളും ഒക്കെ ചെയ്തിട്ടും അയാളെ നീക്കാതെ, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാതെ അതിനെ ഇങ്ങനെ നിർത്തുന്നത് ദൈവം ദാവീദിന് കൊടുത്തൊരു വാക്ക് പ്രകാരമാണ്. ഈ അബിയാവും യൊരോബയാമും തമ്മിലും യുദ്ധമുണ്ടായിരുന്നു. അബിയാം മരിച്ചു. ആസ അവന് പകരം രാജാവായി. ഈ അബിയാമിൻ്റെ മകനാണ് ആസ രാജാവായി. ആസ പക്ഷേ 41 വർഷം യെരൂശലേമിൽ വാണു. ഈ ആസ ദൈവത്തിൻ്റെ കാര്യത്തിൽ ഏകാഗ്രമായിരുന്നു. ദാവീദിനെ പോലെ പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്തു. അവിടെ വിഗ്രഹങ്ങളെല്ലാം നീക്കി തൻ്റെ അമ്മ മയഹയ്ക്ക് അശേരയുടെ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കിയിരുന്നതുകൊണ്ട് രാജ്യസ്ഥാനത്ത് നിന്ന് തന്നെ വരെ നീക്കിക്കളഞ്ഞു. അപ്പം അപ്പൻ അബിയാമിൻ്റെ ഭാര്യ രാജ്ഞിയാണല്ലോ. ആ രാജ്ഞിയായിരിക്കുകയാണല്ലോ. അപ്പൻ രാജാവായിരുന്ന സമയത്ത് അപ്പൻ്റെ ഭാര്യ, ഇദ്ദേഹത്തിൻ്റെ അമ്മ രാജ്ഞിയാണ്. പക്ഷേ അതങ്ങനെ തുടർന്ന് പോകാൻ ആസ സമ്മതിച്ചില്ല. കാരണം ഈ അന്യാരാധന കാരണം രാജ്യസ്ഥാനത്ത് നിന്ന് നീക്കി കളഞ്ഞു. ആ മ്ലേച്ഛ വിഗ്രഹം വെട്ടിമുറിച്ച് കിദ്രോൻ തോട്ടിൽ കൊണ്ടിടുകയും ചെയ്തു. പക്ഷേ എന്നാലും ആസായും ഇസ്രായേൽ രാജാവ് ബയശയും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതിനിടയ്ക്കൊരു സംഭവം ഉണ്ടാകുന്നത്, ഈ ബയശയെ ഇവിടെ വന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനിടയായി, അതിൻ്റെ അതിരെങ്കിലൊക്കെ. ആ സമയത്ത് ആസ വെള്ളിയും പൊന്നും ഒക്കെ എടുത്ത് കൊടുത്ത് അരാം രാജാവായ ബെൻഹദിൻ്റെ അടുത്തോട്ട് പറഞ്ഞയച്ചു. പറഞ്ഞ ഇതാണ്, നീ ഇസ്രായേൽ രാജാവുമായിട്ടുള്ളതിൻ്റെ ബന്ധം അവസാനിപ്പിക്കണം. മുമ്പ് ദാവീദുമായിട്ട് നിനക്ക് നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നല്ലോ, അതുകൊണ്ട് നീ അത് അവസാനിപ്പിക്കണം എന്ന് പറയും. അപ്പം ബെൻഹദദ് ഉടനെ തന്നെ സേനാധിപതികളെ ഇസ്രായേൽ പട്ടണങ്ങൾക്ക് നേരെ അയച്ച് ഈയോനും ദാനും ആബേൽ ബേത്ത് മയഖായും കിന്നരോത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഗലീല ദേശം, കിന്നരോത്ത് മുഴുവനും നഫ്താലി ദേശമൊക്കെയും പിടിച്ചടക്കി. ബയശ ഇത് കേട്ടപ്പോൾ അവിടെ രാമ പണിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അതൊക്കെ നിർത്തി തിർസായിൽ തന്നെ വന്ന് പാർത്തു. അപ്പോഴത്തേക്ക് അവിടെ ചെയ്തുകൊണ്ടിരുന്ന പണിയെല്ലാം നിന്നു. അപ്പം ആസ വന്നിട്ട് ആൾക്കാരെ കൂട്ടി രാമയുടെ കല്ലും മരവും ഒക്കെ എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ട് വേറെ പണികളൊക്കെ അവിടെ ചെയ്തു. അങ്ങനെ കാലം തികഞ്ഞപ്പോൾ ആസ മരിച്ചു. പക്ഷെ ആസയുടെ ജീവിതകാലം വളരെ ദൈവത്തിന് പ്രസാദകരമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് യഹോശഫാത്ത് രാജാവാകുകയും ചെയ്തു. യഹോശഫാത്ത് രാജാവായി. ഇതിനിടയ്ക്ക് വടക്കേ രാജ്യമായ ഇസ്രായേലിലെ കാര്യം നോക്കുമ്പോൾ, ഇസ്രായേലിൽ ബയശ രാജാവാണല്ലോ. ബയശ രാജാവായിരിക്കുമ്പോൾ യൊരോബയാമിൻ്റെ മകനായ നാദാവ്, ബയശ വന്നത് എങ്ങനെയെന്നാണ് ഈ പറയാൻ പോകുന്നത്. യൊരോബയാമിൻ്റെ മകൻ നാദാബാണ് ഇസ്രായേൽ രാജാവായിരുന്നത്. 2 വർഷം മാത്രമേ രാജാവായിരുന്നുള്ളൂ. പക്ഷെ ആ സമയത്ത് അവിടെ ബയശ എന്നൊരുവൻ അവിടെ ഈ നാദാബിന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി നാദാബിനെ കൊല്ലുകയാണ്. അങ്ങനെ ബയശ അവിടെ രാജാവായി.
അവിടെ രാജാവായിരുന്ന തന്നെ യൊരോബെയാം ഗ്രഹത്തെ മുഴുവനും നശിപ്പിച്ചു, എല്ലാവരും. അത് നേരത്തെ അഹിയാവ് പറഞ്ഞിരുന്ന വചനപ്രകാരമാണ്, ആ വചനമാണ് അവിടെ നിവൃത്തിയാകുന്നത്. യൊരോബെയാമിന് ശ്വാസമുള്ള ഒന്നിനെയും ശേഷിപ്പിക്കാതെ അശേഷം മുടിച്ചു കളയും, നിൻ്റെ കുടുംബത്തെ ഒട്ടും മിച്ചം വയ്ക്കാതെ എല്ലാത്തിനെയും നശിപ്പിച്ച് കളയും എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ബയശെ യൊരോബെയാം ഗ്രഹത്തെ മുഴുവൻ നിഗ്രഹിച്ചു കളയും, ആരുമില്ലാതെ വേണം എല്ലാവരും കൊന്നുകളയും. അപ്പോൾ അതാണ് അത്. പക്ഷേ ഈ നാദാബും ആള് മെച്ചമായിരുന്നില്ല. അത് യൊരോബെയാമിൻ്റെ വഴികളിൽ തന്നെയാണ് നാദാബ് നടന്നത്. ശേഷം ഇപ്പോൾ ബയശെ രാജാവായിരിക്കുന്നു. ബയശെ 24 വർഷം ഇസ്രായേൽ രാജാവായിരുന്നു. പക്ഷേ ബയസയും ഇത് തന്നെയാണ് ചെയ്യുന്നത്. യൊരോബെയാമിൻ്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ചെയ്ത പാപത്തിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ, വടക്കേ രാജ്യമായ ഇസ്രായേൽ ആരംഭിച്ച കാലം മുതൽ ഇന്നിപ്പം ഇത്രയും രാജാവായിട്ടും അവിടെ ഒരിക്കലും ദൈവത്തിൻ്റെ വഴിയിൽ നടന്ന ഒരു രാജാവും ഇതുവരെയും ഉണ്ടായിട്ടില്ല. പക്ഷേ യഹൂദായിൽ കാര്യം ഇത്തിരി വ്യത്യസ്തമായിരുന്നു. ഇതുവരെ നമ്മൾ കാണുന്നത് ആസ എന്നൊരു രാജാവ് അവിടെ ദൈവത്തിന് പ്രസാദകരമായി കഴിഞ്ഞു രാജപാലനം നടത്തി എന്നാണ് നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ വായന ഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം. ഈ യെരുശലേമിൽ തൽക്കാലത്തെ ഒരു ദേശാധിപതിയാക്കി ഗദല്യാവ് എന്ന ആളിനെ ആക്കിയിട്ടാണല്ലോ കൽദയ സൈന്യം അല്ലെങ്കിൽ നെബൂഖദ്നേസർ അവിടെ നിന്ന് പോകുന്നത്. പക്ഷേ എലീശാമ എന്ന ഒരുവൻ രാജവംശക്കാരനാണ്. രാജാവിൻ്റെ മഹത്തുക്കളിൽ ഒരുവനായ എലീശാമയുടെ മകനായ നെഥന്യാവിൻ്റെ മകൻ ഇശ്മായേൽ 10 ആളുകളുമായി ഈ ഗദല്യാവിൻ്റെ അടുക്കൽ വന്നു. അവിടെ വന്ന് ഗദല്യാവിനെ വാൾ കൊണ്ട് കൊല്ലുകയാണ് അവർ. പിന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ യഹൂദന്മാരെയും അവിടെ കണ്ട കൽദയ പടയാളികളോട് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൽദയ പടയാളികളെയും ഇശ്മായേൽ കൊല്ലുകയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇത് ആരും അറിഞ്ഞില്ല, ദൂരെയൊന്നും ആരും അറിഞ്ഞില്ല. അറിയാതിരിക്കുമ്പം ശേഖേമിൽ നിന്നും ശീലോവിൽ നിന്നും ശമരിയിൽ നിന്നും 80 പുരുഷന്മാർ താടി ചിരിച്ചും വസ്ത്രം കീറിയും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചും കൊണ്ട് വഴിപാടും കുന്തിരിക്കും എടുത്ത് യഹോവയുടെ ആലയത്തിലേക്ക് പോകും വഴി. അപ്പോൾ അത് യഹോവയുടെ ആലയത്തിലേക്ക് പോകുമായിരുന്നു അവർ. മിസ്പായിൽ നിന്ന് പുറപ്പെട്ട് ഈ വരുന്നവരെ ചെന്ന് എതിരേറ്റു. അങ്ങനെ ഗദല്യാവിൻ്റെ അടുക്കൽ വരുവാൻ പറഞ്ഞു. അവർ പട്ടണത്തിൻ്റെ നടുവിലെത്തിയപ്പോൾ ഇശ്മായേൽ അവരെ കൊന്നൊരു കുഴിയിലിട്ട് കളഞ്ഞു. എന്നാൽ 10 പേരെ അവരെ കൊല്ലരുത് എന്ന് പറഞ്ഞ്, ഞങ്ങൾ വയലിൽ ഗോതമ്പ്, യവം, എണ്ണ എന്നൊക്കെ തേൻ സംഭരിച്ച് സൂക്ഷിച്ച് ഒളിച്ചു വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് തരാം, ഞങ്ങളെ കൊല്ലരുത്. പക്ഷെ അവരെ കൊന്നില്ല. ബാക്കി ശവങ്ങളെല്ലാം 70 പേരുടെ ശവങ്ങൾ ഒരു കുഴിയിലിട്ട് കളഞ്ഞു. ഈ കുഴി നമ്മളിന്ന് ആസ രാജാവിനെയും ഇസ്രായേൽ രാജാവ് ബയശയൊക്കെ വായിക്കുന്നുണ്ടല്ലോ. അത് ആസ രാജാവ് ഇസ്രായേൽ രാജാവായ ബയശ നിമിത്തം ഉണ്ടാക്കിയതായിരുന്നു ആ കുഴി എന്നാണ് പറയുന്നത്. കുഴി എനിക്ക് തോന്നുന്നു അവരിങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കിടങ്ങ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതായിരിക്കാം. പക്ഷേ അത് ഇസ്രായേൽ രാജ്യത്തെ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ കാരണമാണ് അത് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ബയശ രാജാവ് കാരണമാണ് ആ കുഴി ആസ രാജാവ് ഉണ്ടാക്കുന്നത്. ആ കുഴിയിലാണ് ഇവരെ ഇട്ട് കളഞ്ഞത്. പിന്നെ ഇസ്മായേൽ അവിടെ ഉണ്ടായിരുന്ന ബാക്കി ശിഷ്ടജനത്തെയൊക്കെ, രാജകുമാരികളെ, അകമ്പടി നായകരെ, നെബൂസർഅദാൻ അഹീക്കാമിൻ്റെ മകനായ ഗദല്യാവ് ഏൽപ്പിച്ച സകല ജനത്തെയും ബദ്ധരാക്കി കൊണ്ടുപോയി. ബദ്ധരാക്കി അമ്മോന്യരുടെ അടുക്കലേക്ക് പോകാൻ യാത്ര പുറപ്പെട്ടു. അപ്പോൾ അമ്മോന്യരുടെ അടുക്കലൊന്നും പോകേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ പാർക്കണം എന്നുള്ളതാണ് യിരെമ്യാവിൻ്റെയും അല്ലെങ്കിൽ അതുപോലെ തന്നെ നെബൂഖദ്നേസറിൻ്റെ ഒക്കെ കൽപ്പന. അവിടുന്ന് അവർ പുറപ്പെട്ടു. ഇത് കാരഹിൻ്റെ മകനായ യോഹാനാനും കൂടെ ഉണ്ടായിരുന്ന പടത്തലവന്മാരും കേട്ടപ്പോൾ അവർ സകല പുരുഷന്മാരെയും കൂട്ടി നെഥന്യാവിൻ്റെ മകനെ ഇശ്മായേലിനോട് യുദ്ധം ചെയ്യുവാൻ വന്നു. വഴി വെച്ച് ഇവരെ കണ്ടു. അപ്പോൾ ഇത് പെട്ടെന്ന് ഇവരെ കണ്ടപ്പോഴത്തേക്ക് ഇശ്മായേലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജനമൊക്കെയും അവിടുന്ന് അവർ
യോഹാനാൻ്റെ പക്ഷത്തേക്ക് അങ്ങ് തിരിഞ്ഞു, അവരുടെ പക്ഷത്തേക്ക് മാറി. അപ്പോൾ ഇവരൊറ്റപ്പെട്ടു, ഇസ്മായിൽ ഒറ്റപ്പെട്ടു. അപ്പോഴത്തേക്ക് അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഓടിപ്പോക്കളഞ്ഞു. അപ്പോൾ ഇപ്പം ഈ ബാക്കിയുള്ള ആളുകൾ, ഇപ്പോൾ യോഹാനാനും ഒക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ യോഹാനാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, അവരെല്ലാവരും കൂടെ, ആ വന്ന ആളുകൾ ജനമെല്ലാം കൂടെ അവർ മിസ്രൈമിൽ പോകുവാൻ തീരുമാനിച്ചു. അവർ പക്ഷേ കൽദേരെ പേടിച്ചത് കൊണ്ടാണ് അങ്ങനെ പോകാൻ തീരുമാനിച്ചു. മിസ്രൈമിൽ പോകരുത് എന്ന് തന്നെ നേരത്തെ, മിസ്രൈമിലേക്കല്ല കൽദേര ദേശത്തേക്കാണ് പോകേണ്ടത് നേരത്തെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളവർ ഇവിടെ പാർക്കാൻ ഏൽപ്പിച്ചവർ ഇവിടെ പാർക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവരെ കൽദേരെ പേടിച്ചിട്ടാണ് അവിടെ നിന്ന് മിസ്രൈമിലേക്ക് പോകാൻ തയ്യാറാകുന്നത്. എന്നിട്ട് അവിടുന്ന് പുറപ്പെട്ട് ബെത്ലഹേമിന് സമീപത്തുള്ള ഒരു സ്ഥലത്ത് ചെന്ന് താമസമാക്കി. ഇതാണ് ഇത്രയും കാര്യങ്ങൾ. ബാക്കി ഇതുമായിട്ട് തുടർന്ന് ഉള്ള കാര്യം ഇരമ്യാ പ്രവാചകൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം ഇരമ്യാ പ്രവാചകനോട് പറയുന്നതും ഇരമ്യാ പ്രവാചകൻ അതിനെ സംബന്ധിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത അധ്യായത്തിൽ വായിക്കാം. ഇവിടെ എന്തായാലും ഇപ്പോൾ ഈ നശിച്ചു പോയ ഒരു ദേശത്തെ അവിടുത്തെ ജനം രാജാക്കന്മാരുടെ കുലത്തിലുള്ളവർ തന്നെ തങ്ങൾക്ക് വന്ന ഒരു അകൃത്യത്തെ സംബന്ധിച്ച് അനുദപിക്കുവാനോ ദൈവത്തെങ്കിലേക്ക് തിരിയുവാനോ അല്ലെങ്കിൽ നന്മ ചെയ്യുവാനോ ഒന്നും അവർ തയ്യാറാകുന്നില്ല. ഗദല്യാവിനെ കൊല്ലുകയാണ് അയാൾ. അപ്പോൾ ഈ തരത്തിലേക്ക് ആ തെറ്റായ പ്രവണതകൾ തന്നെ തുടർന്നു പോകുന്നതാണ് കാണുന്നത്. ദൈവത്തെങ്കിലേക്ക് ഒരു മടങ്ങി വരവ് പിന്നെയും കാണുന്നില്ല. ഇത്രയും നശിപ്പിക്കപ്പെട്ട് കിടന്ന ദേശം, ആളുകളെല്ലാം വേറൊരു ദേശത്തേക്ക് പ്രവാസികളായി പോകേണ്ട സമയമായിട്ടും അവർ മനം തിരിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് സങ്കടകരമായി ഈ അധ്യായത്തിൽ കാണുന്ന പ്രധാന കാര്യം. മൂന്നാമത്തെ വായനാഭാഗത്തിൽ നിന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ അധ്യായങ്ങളിലേക്ക് നമ്മളെത്തി. 15-16 ഈ മർക്കോസിൻ്റെ സുവിശേഷം അവസാനിക്കുകയാണ്. ഈ 15-ാം സുവിശേഷത്തിൻ്റെ ഇന്നലെ നമ്മൾ വായിക്കുന്നത് യേശുക്രിസ്തുവിനെ പിടിക്കുന്ന ഒരു ഭാഗമാണ്. യൂദ ഒറ്റുകൊടുക്കുന്നു, യേശുക്രിസ്തുവിനെ പിടിക്കുന്നു. അവിടെ നമ്മൾ അവസാനിക്കുന്നത് പത്രോസ് യേശുക്രിസ്തുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നതിന് ശേഷം, ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു കാര്യം, അതൊന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ അധ്യായത്തിലേക്ക് കിടക്കാം. അവിടെ നമ്മൾ പറഞ്ഞത് 3 പ്രാവശ്യം യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്നൊരു സംഗതി ഉണ്ടാകുമെന്ന് യേശുക്രിസ്തു മുന്നേ അറിയിക്കുകയും അത് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയും അതിനെക്കുറിച്ച് വിചാരിച്ച് കരഞ്ഞ് വളരെ സങ്കടത്തിൽ വളരെ വളരെ ഹൃദയം കലങ്ങി പോകുന്ന ഒരു പത്രോസ്. എന്നാൽ ആ പത്രോസിന് യേശുക്രിസ്തു വീണ്ടും ഒരു അവസരം കൊടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അത് വായിച്ചു നോക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 21-14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഈ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിന് വീണ്ടും ഒരു 3 അവസരം തന്നെ അതുപോലെ തന്നെ മാറ്റിപ്പറയാൻ, തിരിച്ചു പറയാൻ ഉള്ളൊരവസരം കൊടുക്കുന്നു എന്നാണ് ഞാനതിനെക്കുറിച്ച് കരുതുന്നത്. ഒന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. 15-ാം അധ്യായത്തിലേക്ക് വരികയാണ്. ഉടനെ അധികാലത്ത് തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരുമായി ന്യായാധിപ സംഘം, ഈ ന്യായാധിപ സംഘത്തിന് സന്നിധിയും സംഘം എന്നൊരു പേരുണ്ട്. അതൊരു പരമാധികാര ഒരു ന്യായാധിപ സംഘമാണ്. അവരൊരു കാര്യം തീരുമാനിച്ച് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ ആർക്കും അതിനെ മാറ്റാനൊക്കത്തില്ല. അങ്ങനത്തെ ഒരു സുപ്രീം അതോറിറ്റിയുള്ള ഒരു കമ്മിറ്റിയാണത്. അവരൊക്കെ കൂടിയാലോചിച്ച് യേശുവിനെ കെട്ടിക്കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു. പീലാത്തോസിനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ, പീലാത്തോസ് നമുക്കറിയാവുന്ന പോലെ ഇവിടെ അവരുടെ, അതായത് റോമൻസിൻ്റെ അധികാരിയായ ഈ 4 പ്രദേശങ്ങളിലെ അല്ലെങ്കിൽ പ്രവിശ്യകളിൽ ഒരു പ്രവിശ്യയുടെ രാജാവാണ്, അധികാരിയാണ്. മറ്റെന്തിനാണ് പീലാത്തോസിന് മുമ്പിൽ കൊണ്ടുപോകുന്നത്? കൊല്ലാനുള്ള അധികാരം, ഈ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പ്രകാരം കൊല്ലാനുള്ള അധികാരം പുരോഹിതനുണ്ട്. പുരോഹിതന് കൽപ്പിക്കാം, യാതൊരു കാര്യമില്ല, അവിടെ അത് കൃത്യമാണ്. പക്ഷേ ഇവിടെ ഇന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്താൽ കുറ്റക്കാരനാവും. കാരണം ഇന്നിപ്പോൾ രാജ്യത്തിൻ്റെ ഭരണം ഇസ്രായേൽ രാജാവിൻ്റെ കീഴിലല്ല, മറിച്ച് അത് റോമൻസിൻ്റെ കീഴിലാണ്. അതുകൊണ്ട് അവിടെ കുറ്റക്കാരനാകാതിരിക്കാൻ വേണ്ടി പീലാത്തോസിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി പീലാത്തോസിനെ കൊണ്ട് മരണശിക്ഷ കൽപ്പിക്കുക എന്നുള്ളതാണ് അവിടുത്തെ അവരുടെ ഉദ്ദേശം.
അപ്പോൾ പല കുറ്റവും ചുമത്തുന്നുണ്ട്. പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ ഒരു ഉത്തരം പറയുന്നില്ലല്ലോ, ഇത് അവർ നിന്നെ എന്തെല്ലാം കുറ്റം ചുമത്തുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും ഒന്നും മിണ്ടുന്നില്ല യേശുക്രിസ്തു. അവിടെ എല്ലാ വർഷവും ഉത്സവം തോറും ഒരു തടവുകാരനെ വിട്ടയക്കുന്നൊരു പതിവുണ്ട്. അപ്പോൾ അതിൽ സ്തുതിപ്പെട്ട ഒരു വലിയ തടവുകാരനുണ്ടായിരുന്നു, ബർന്നബാസ് എന്ന് പറഞ്ഞിട്ട്. ആ ബർന്നബാസിനെ വിട്ടുകൊടുക്കണോ അതോ യേശുക്രിസ്തുവിനെ വിട്ടുകൊടുക്കണോ എന്നൊരു സംഗതി വരികയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ വിട്ടുകൊടുക്കണം, ഫ്രീ ആക്കണം, അതായത് കുറ്റവിമുക്തനാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പീലാത്തോസ് അത് ചോദിക്കുന്നത്. പക്ഷേ ജനത്തിനോട് ഈ പ്രമാണിമാർ, മഹാപുരോഹിതന്മാർ പറയുന്നത് നിങ്ങൾ ബറാബാസിനെ വിട്ടുകൊടുക്കേണ്ടതിന് ചോദിക്കണമെന്നാണ്. അപ്പോൾ അവർ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ജനം വിട്ടു പറയുകയാണ്, ബർന്നബാസിനെ വിട്ടു തന്നാൽ മതി, ബർന്നബാസിനെ വിടുക എന്ന് പറയുന്നുണ്ട്. അപ്പം അവർ ചോദിക്കുന്നത്, അപ്പം യേശുക്രിസ്തുവിന് എന്ത് ചെയ്യണം, യേശുക്രിസ്തുവിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അവനെ ക്രൂശിക്കുക എന്ന് അവർ അതിനേക്കാളും ഉച്ചത്തിൽ നിലവിളിച്ചു എന്നാണ് ജനം. അപ്പോൾ പീലാത്തോസ് ജനത്തിൻ്റെ ഇഷ്ടം, പക്ഷേ പീലാത്തോസിന് വേണമെങ്കിൽ മാറ്റി പറയാം, അങ്ങനെ ചെയ്യാതിരിക്കാം, അതിനുള്ള അധികാരം പീലാത്തോസിനുണ്ട്. പക്ഷേ പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചിട്ട് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ അടി കൊടുത്തിട്ട്, ചമ്മട്ടി എന്ന് പറയുന്നത് ചാട്ടവാറുമായിട്ട് അടിച്ചിട്ട് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. എന്നിട്ട് അവിടെ ആസ്ഥാനമണ്ഡപമായി കൊണ്ടുപോയി. അപ്പോൾ ഇതാണ് ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ അവർ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. രക്താംബരം ധരിപ്പിക്കുകയാണ്, ഉടുപ്പിച്ചിരുന്ന ഇത് മാറ്റി രക്താംബരം ധരിപ്പിക്കുന്നു. മുള്ളുകൊണ്ടൊരു കിരീടം മടഞ്ഞ് തലയിൽ വെച്ച് കൊടുക്കുന്നു. രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് നിന്ദിക്കുന്നു, കളിയാക്കുന്നു. കോലുകൊണ്ട് തലയിൽ അടിക്കുന്നു, തുപ്പുന്നു, മുട്ടുകുത്തി അവനെ നമസ്കരിച്ച് കളിയാക്കുന്നു. അങ്ങനെ പരിഹാസത്തിൻ്റെ പല കാര്യങ്ങൾ, പീഡനത്തിൻ്റെ കാര്യങ്ങളൊക്കെയും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രക്താംബരം എന്ന് പറയുന്നത് രാജാവാക്കിയതാണ് രക്താംബരം ധരിപ്പിച്ചത്. എന്നിട്ട് അത് നീക്കിയിട്ട് സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിക്കാൻ കൊണ്ടുപോയി. വഴിയിൽ വെച്ച് ശീമോൻ എന്നൊരുവന് ക്ഷീണമായി പോയി. അതുകൊണ്ട് അങ്ങോട്ട് ചുമക്കാനുള്ള ശക്തി യേശുക്രിസ്തുവിന് ഇല്ലാതിരുന്നത് കൊണ്ട് വഴിയിൽ വന്ന ശീമോൻ, കുറേനക്കാരനായ ശീമോന് ക്രൂശ് ചുമക്കാൻ നിർബന്ധിച്ചു. അവൻ ബാക്കി ക്രൂശ് ശീമോനാണ് ചുമന്നത്. അങ്ങനെ അത് ഗോൽഗോഥ എന്ന സ്ഥലത്തേക്ക്, തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥ എന്ന ആ തലയിലേക്കുണ്ട്. അവിടെ ഒരു ഉയർന്ന കുന്നുപോലൊരു സ്ഥലമുണ്ടായിരുന്നു, അവിടെയാണ് കൊണ്ടുപോയി ക്രൂശിക്കുന്നത്. അത് ഈ യെരുശലേം എന്ന ദേവാലയത്തിൻ്റെ പുറത്താണ്. ഈ പുറത്ത് കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് അതിൻ്റെ വചനത്തിന് അതിനകത്തുള്ള നേരത്തെ അത്തരം കാര്യങ്ങളുണ്ട്. പാളയത്തിന് പുറത്ത് എന്ന് പറയുന്ന ആ ഒരു വാക്കൊക്കെ നമുക്കത് ഇതിനു മുമ്പ് ഇതിനു മുമ്പുള്ള പുസ്തകത്തിൽ, പഴയ പുസ്തകത്തിൽ നമുക്കത് വായിച്ചെടുക്കാനും കഴിയും. അപ്പം അങ്ങനെ പാളയത്തിന് പുറത്ത് എന്ന് പറയുന്നത് പോലെ, അപ്പം അങ്ങനെ പുറത്താണ് ഈ സ്ഥലം. അവിടെ കൊണ്ടുപോയി യേശുവിനെ ക്രൂശിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ എത്ര സമയം പറയുന്നുണ്ട്, അവിടെ 3 മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു എന്നാണ്. അപ്പോൾ ആ ക്രൂശിക്കുന്ന സംബന്ധത്തെക്കുറിച്ച് വളരെ ചുരുക്കമായി തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഈ മർക്കോസിന് സുവിശേഷത്തിൽ. വേറെ സുവിശേഷത്തിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുന്നുമുണ്ട്. ഇപ്പോൾ 3 മണി നേരം ആയപ്പോൾ യേശുവിനെ ക്രൂശിച്ചു. എന്നിട്ട് യഹൂദന്മാർ രാജാവ് ഒരു ബോർഡ് എഴുതി യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ മേളിൽ, തലയുടെ മേളിൽ വെച്ചിട്ട് ഇടത്തും വലത്തുമായി 2 കള്ളന്മാരെ കൂടെ ക്രൂശിച്ചു. അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം ആ 2 അധർമ്മികളെ യേശുക്രിസ്തുവിൻ്റെ ഇടത്തും വലത്തും ചേർത്ത് വെച്ചിട്ട് അവരുടെ കൂട്ടത്തിൽ ഒരുവനാക്കി അധർമ്മിയായി 3 അധർമ്മികളെ ക്രൂശിച്ചു എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനെയും അധർമ്മികളുടെ കൂട്ടത്തിൽ ആക്കുവാൻ വേണ്ടി അവരെ ഈ 2 കള്ളന്മാരുടെ അല്ലെങ്കിൽ കൊള്ളരുതാത്തവന്മാരുടെ ഇടയിലാണ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത്. അവിടെ പറയുന്നുണ്ട്, അതിലെ കടന്നു പോകുന്ന പലരുമുണ്ട്. അപ്പോൾ മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയാമെന്ന് പറഞ്ഞവനെ, നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിറങ്ങി പോവാ, പിന്നല്ലേ മന്ദിരം പണിയുന്നത് എന്നും പറഞ്ഞവർ ദുഷിക്കുന്നുണ്ട്. അതിലെ കടന്നുപോയവരെന്നാണ് വായിക്കുന്നത്. അങ്ങനെ മഹാപുരോഹിതനും മൂപ്പന്മാരും അവരെ പരിഹസിച്ചു. മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ മറ്റുള്ളവരൊക്കെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു, അഴുകിയവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സ്വന്തം കാര്യത്തിൽ വന്നപ്പോൾ കിടക്കുന്നു, അവനെ രക്ഷിക്കാൻ അവന് കഴിയുന്നില്ല. ഇതൊക്കെയാണ് അവിടെ പറയുന്ന കളിയാക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് നേരം അവരിങ്ങനെ നോക്കി, അവൻ ഇറങ്ങി വരുമ്പോൾ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
നിൽക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ഇതെല്ലാം കളിയാക്കലാണ്. അല്ലാതെ അവന് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് യഥാർത്ഥത്തിൽ കാത്തു നിൽക്കുന്നവരൊന്നുമല്ല, അവർ കളിയാക്കുന്നതാണ്. പിന്നെ കാണുന്നത് 6-ാം മണി നേരമായപ്പോൾ, അതായത് 3-ാം മണി നേരത്താണ് ക്രൂശിക്കുന്നത്. 6-ാം മണി നേരം ആയപ്പോൾ 9-ാം മണി നേരം വരെ. അപ്പോൾ 6-ാം മണി നേരം എന്ന് പറയുമ്പോൾ നട്ടുച്ചയായി. ആ 6-ാം മണി നേരത്ത് സൂര്യന് ഏറ്റവും ശക്തമായി നിൽക്കുന്ന സമയത്ത് 3 മണിക്കൂറോളം 9-ാം മണി നേരം വരെ ദേശത്ത് ഇരുട്ടുണ്ടായി എന്നാണ്. അപ്പോഴും യേശുക്രിസ്തു 9-ാം മണി നേരത്തും അവിടെ മരിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ വായിക്കാൻ കഴിയും. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥമുള്ള എലോഹി എലോഹി ലമ്മാ ശബക്താനി, വേറെ സ്ഥലത്ത് ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് നമുക്ക് വേറെ സുവിശേഷത്തിൽ വായിക്കാൻ കഴിയും. അത്യുച്ചത്തിൽ നിലവിളിച്ചു. അപ്പോൾ ഏലിയാവിനെ വിളിക്കുകയാണ്, നമുക്ക് നോക്കാം ഏലിയാവ് വന്ന് രക്ഷിക്കുമോ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്നിട്ട് യേശു അത് കഴിഞ്ഞിട്ട് ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പം വേദനയുടെ പാരമ്യത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ ഈ നിലവിളി കേൾക്കുന്നത്. അപ്പോൾ പ്രാണൻ പോകുന്ന സമയത്ത് നമുക്ക് പ്രാണൻ പോകുമ്പോഴേ അതിനെക്കുറിച്ച് അറിയാവൂ. പ്രാണൻ പോകുന്ന സമയത്ത് ഓരോരുത്തരും ജീവനോടിരിക്കെ, ഉറക്കത്തിലൊക്കെ പ്രാണൻ പോകുന്നുണ്ട്, ജീവനോടിരിക്കെ ഒരുവന് പ്രാണൻ പോകുന്നത് ആ പ്രാണൻ പോയവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയാവൂ. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു വളരെ പീഡനത്തിലും കഷ്ടത്തിലും ആയിരിക്കുന്നതിന് മരിച്ചാൽ മതി എന്ന ഒരു ആഗ്രഹിക്കുക, അത്ര വേദന സഹിക്കുന്ന ഒരാൾ എനിക്കിനി മരിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഘട്ടമാണത്. നമ്മളിപ്പോൾ സുഖത്തിലും സന്തോഷത്തിലും പോകുന്ന സമയത്ത് ഒരിക്കലും മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എത്രത്തോളം വർഷം ജീവിക്കാമോ അത്രത്തോളം വർഷം ജീവിക്കണമെന്നേ ആഗ്രഹിക്കുകയുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഇനി മോചനമില്ല, എനിക്ക് മരണമേ ഇനി എൻ്റെ മുമ്പിലുള്ളൂ, മരിക്കുന്നതാണ് നല്ലതെങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് മരിക്കാനല്ലേ ആഗ്രഹിക്കുകയുള്ളൂ. അപ്പം അത്തരം മരണം ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് യേശു ഇവിടെ കിടക്കുന്നത്. അവിടെ യേശുക്രിസ്തു ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു എന്നാണ്. ഇതിൻ്റെ പിക്ചറൊക്കെ നമ്മളൊന്ന് കാണണം. കാണാൻ നമ്മുടെ മുമ്പിലില്ല, പക്ഷേ നമ്മുടെ മനസ്സിൽ ഈ പിക്ചർ ഒന്ന് കാണണം, യേശുക്രിസ്തുവിൻ്റെ ഈ കഷ്ടങ്ങളൊക്കെ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഇവർ പറയുന്ന പോലെ തന്നെ യേശുക്രിസ്തുവിന് അവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരുപാട് അവസരങ്ങൾ യേശുക്രിസ്തുവിന് കിട്ടിയതാണ്. ഇവരുടെ കയ്യിൽ പിടിക്കപ്പെടേണ്ട കാര്യമില്ല, മാറി നടക്കാം. അല്ലെങ്കിൽ അത്ഭുതം കാണിച്ച പോലെ ഈ പറഞ്ഞ അത്ഭുതത്തിൽ യേശുക്രിസ്തുവിന് ഈ മരണത്തിൽ നിന്ന് വിടുവിക്കാം. അതൊന്നും ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അത് ആ തലേദിവസത്തെ പ്രാർത്ഥനാ സമയത്ത് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് സമർപ്പിച്ചിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പദ്ധതി, ദൈവം ഈ ഭൂമിയിലെ സകല ജനത്തെയും എങ്ങനെയാണോ മുമ്പ് യാഗത്താൽ മനുഷ്യൻ തൻ്റെ പാപങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് പകരമായി സകല ജനത്തെയും സകല മനുഷ്യരെയും പാപത്തിൽ നിന്ന് മോചിക്കുവാനുള്ള ഒരു യാഗമാണ് തൻ്റേതെന്ന് ബോധ്യമുള്ള യേശുക്രിസ്തുവാണ് അതിനായി സ്വയം സമർപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം സഹിക്കുന്നത്. ഈ സഹിക്കുന്നതെല്ലാം നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ലോകത്ത് പലരും പറയും, ഒരുത്തൻ മരിച്ചാൽ മറ്റൊരുത്തൻ്റെ ശിക്ഷയ്ക്ക് പകരമാകുമോ, അവനവൻ തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടത് എന്നൊക്കെ പറയും. ദൈവിക വ്യവസ്ഥ അറിയാത്തത് കൊണ്ടാണ് മനുഷ്യൻ ഇത്രയും സൗജന്യമായി ഇത്രയും ലളിതമായി ഒരു കാര്യം ദൈവം ചെയ്തു തരുന്നു എന്ന് പറയുന്നതാണ് അതിനകത്ത് ബ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തർക്കും നമ്മളൊരാളെ കൊന്നാൽ നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടത്, നമ്മൾ ചെയ്ത പറ്റുകൾക്ക് നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടതിൻ്റെ ഒരു മറ്റൊരുത്തിന് ശിക്ഷ അനുഭവിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശിക്ഷകളെ നമുക്ക് വെച്ചിരിക്കുന്ന നിത്യജീവൻ്റെ അവകാശത്തിൽ നിന്ന് നമ്മളെ എന്നേക്കുമായി പുറത്താക്കാതിരിക്കാൻ വേണ്ടി ദൈവം ചെയ്ത ഈ ഒരു പ്രവൃത്തിയെ, അത് ദൈവികമായ പ്രവൃത്തിയെ കണ്ടാലേ ഒക്കുള്ളൂ. അപ്പം ആ കാഴ്ച നമ്മൾ ഓരോരുത്തരും കാണേണ്ടതാണ് എന്നുള്ളതാണ്. അതിനിടയ്ക്ക് ഈ പ്രാണനെ വിട്ട് അപ്പോൾ വേറെ സംഭവം സംഭവിക്കുന്നുണ്ട്. അപ്പം മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി കീറിയെന്നാണ്. സാധാരണ നമ്മളൊരു തിരശ്ശീല കീറണമെങ്കിൽ താഴെ നിന്ന് മേളിലോട്ടല്ലേ കീറുള്ളൂ. ഇവിടെ മേലിൽ നിന്ന് താഴോട്ട് കീറി അവിടെ വേറെ പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, അത്ഭുതകരമായ കാര്യങ്ങൾ. പാറകളൊക്കെ പിളരുന്നുണ്ട്. പിന്നീട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കല്ലറകളിൽ മരിച്ചിരുന്ന ചിലരൊക്കെ ഉയർത്തെഴുന്നേറ്റ് പുറത്തു പോകുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുന്നത് കണ്ടിട്ടാണ് ശതാധിപൻ അവിടെ എന്ന് പറയാണ്, കണ്ടിട്ട് ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു കാഴ്ച നമ്മളവിടെ കാണുന്നത്. അത് ശതാധിപനാണ് പറയുന്നത്. അങ്ങനെ ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരിൽ മറുതലനക്കാരത്തി മറിയ, ചെറിയ യാക്കോബിൻ്റെ യോസയുടെ അമ്മ മറിയ, ശലോമ, അങ്ങനെ മറ്റു സ്ത്രീകൾ ഒക്കെ ഒരുപാട് പേര് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേര് ഇതിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ
യോസഫ് എന്ന അരിമത്യയിലെ ഒരു അധികാരി ഉണ്ടായിരുന്നു, ശ്രേഷ്ഠ മന്ത്രി. അദ്ദേഹം യേശുക്രിസ്തുവിന് ശിഷ്യനായിരുന്നു. ഒരിക്കലും റോമ സാമ്രാജ്യത്തിൻ്റെ ഇതിൻ്റെ കീഴിൽ വരുന്ന ആളാണ്. പക്ഷേ യേശുക്രിസ്തുവിന് ശിഷ്യനായിരുന്ന ഒരാൾ ചെന്ന് പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് ശരീരം ചോദിച്ചു. അപ്പം പീലാത്തോസ് അതിശയിക്കും, ഇത്ര പെട്ടെന്ന് മരിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിട്ടുകൊടുക്കുന്നു. ശരീരം കൊണ്ടുപോയി ഒരു യോസഫ് തന്നെ ഉണ്ടാക്കിയ ഒരു പുതിയ കല്ലറയിൽ യേശുക്രിസ്തുവിനെ ശീലയൊക്കെ പൊതിഞ്ഞ് ചുറ്റി അവിടെ കല്ലറയിൽ വെക്കുന്നതും നമ്മൾ വായിക്കുന്നു. അവിടെ കല്ലറയിൽ ഒരു വലിയ കല്ല് ഉരുട്ടി വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയും നേരത്തെ കണ്ട സ്ത്രീകൾ, മറിയ മഗ്ദലനക്കാരത്തി മറിയ, യോസഫയുടെയും യോസയുടെയും ഒക്കെ അമ്മ മറിയ ഒക്കെയും നോക്കി കണ്ടിട്ടാണ് അവർ പിരിഞ്ഞു പോകുന്നത്.